ഗായ്സ്, ഫ്ലൈയിങ് ജെറ്റിന്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെൻ്റെ വീടും പരിസരമൊക്കെ കാണിച്ചത്. ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഗായ്സ് എൻ്റെ വീട് പരിസരമൊക്കെ കേട്ടോ. ഇതാണ് ഗായ്സ് നമ്മളെ ചെറു ഗ്രാമം. അതിന് മുന്നത്തെ വീഡിയോ കണ്ടു കാണും. എന്ന് വെച്ചാൽ ചെറിയൊരു വയലും. ഇതാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി, കാര്യങ്ങളൊക്കെ. അക്കരെ പുളിമൂട് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഗൈസ്. ചെറിയ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ കാടാണ് ഗൈസ്. ആ സൈഡ് മൊത്തം ഫുൾ കാടാണ്. കാട് മാത്രമേ ഉള്ളൂ. വന്യജീവി കേന്ദ്രമാണ്. ആനയൊക്കെ വരും കുറച്ച് ഒരു രാത്രി 7 മണിക്ക് നമുക്ക് ആനയൊക്കെ ഇറങ്ങും പണ്ട്. ഇപ്പം അങ്ങനെ ആന ശല്യമൊന്നുമില്ല. ഇപ്പം കൃഷി കാര്യങ്ങളൊക്കെ നെല്ലൊക്കെ വിളഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ കൃഷിയിലേക്ക് ആന, പന്നി എന്നിവ ഇറങ്ങുള്ളൂ. ഇതാണ് ഗൈസ് കാവൽപ്പുര. ആനയ്ക്ക് വന്യജീവി സംരക്ഷണമായിട്ട് ഇവരെ രാത്രി കാലങ്ങളിൽ കാവലെടുക്കുന്നതാണ് ഗൈസ്. ഇതും അതുപോലെ തന്നെ ഗൈസ്. കാടിൻ്റെ നടുക്കിൽ ചെറിയൊരു മാടൊക്കെ കെട്ടി ആനയ്ക്കും പന്നിക്കും വേണ്ടി കാവലെടുക്കുന്നു. ഈ കൃഷിയിടങ്ങളൊക്കെ നാശാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാവലിട്ട് രാത്രി കാലങ്ങളിൽ ഇവിടെ ടെൻ്റടിച്ച് താമസിക്കുന്നത്, മാടങ്ങളിൽ താമസിക്കുന്നത്. ഇത് ഷോപ്പ് ലൈനൊക്കെ ഉണ്ട്. ഗ്രീൻ എന്താണെന്ന് പറയാ, മൊത്തം കൃഷിയാണ് മൊത്തം. നല്ല കാണാൻ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട് ഗൈസ്. വയൽപ്പാടങ്ങളൊക്കെ ഉണ്ട്. താഴെ കുറേ ആള് എന്താ പറയാ നെല്ലിന് മരുന്നൊക്കെ അടിക്കുന്നുണ്ട്. നെൽകൃഷിക്ക് മരുന്നൊക്കെ അടിക്കുന്നുണ്ട്. ആണ് കാവൽ മാടം. രാത്രി കാലങ്ങളിൽ ഇവിടെ ഇരുന്ന് തീയൊക്കെ കത്തിച്ച് ചെക്കന്മാരൊക്കെ വരും. കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കേട്ടോ. വെള്ളടി കിടക്കൊക്കെ ആണല്ലേ. രാത്രി കാലങ്ങളിൽ കിടക്കാനൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഫോറസ്റ്റാണ്. ഫോറസ്റ്റിന്റെ സൈഡിലാണ് ഈ കാവൽ മാടം. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടോ? വയനാട്ടിലൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾക്ക് കൃഷി സംരക്ഷണമായിട്ട് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴും.